എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഞാൻ ഒരു വർഷക്കാലം ശ്വാസം മുട്ടലായിട്ട് കഴിയുകയായിരുന്നു. അങ്ങനെ അനേക ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് എനിക്ക് കുറവില്ല. നരമ്പിൽ ഇഞ്ചക്ഷൻ എടുത്തത് ഞാൻ അനേക രാത്രിയിൽ കാലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, എന്നിട്ടും കുറവില്ല. ഒരു ദിവസം രാത്രി തന്നെ സിസ്റ്ററിനോട് ഫോണിൽ വിളിച്ച് പറയും എൻ്റെ അസുഖം എങ്ങനെയാണെന്ന്. സിസ്റ്റർ വിളിച്ച് പറഞ്ഞ് മോൻ്റെ അസുഖം ശ്വാസം മുട്ടലെടുത്ത് മാറ്റി. എനിക്ക് എൻ്റെ പൂർണ്ണമായി എൻ്റെ ശ്വാസം മുട്ടൽ ദൈവം എൻ്റെ അടുത്ത് മാറ്റി. ഇത്ര അത്ഭുതം തന്ന ദൈവത്തിന് വേണ്ടി കോടാകോടി നന്ദി പറഞ്ഞു. എനിക്ക് കൊച്ചുനാൾ മുതലേ ഒരു പുറകുവശത്തായിട്ട് ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ഇനി അത് വളർന്നു വരികയോ കല്ലിപ്പുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ 2008 ജൂലൈ മാസം എനിക്ക് പെട്ടെന്ന് ഒരു യൂറിൻ ട്രബിൾ ഉണ്ടാകുകയും യൂറിൻ ഒട്ടും പോവാതിരിക്കുകയും അതിനോടൊപ്പം തന്നെ നടുവേദനയും ഉണ്ടാകുകയും ചെയ്തു. അതിന് അതിഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. ഞാൻ ജൂബിലി ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ അവർ അഡ്മിറ്റ് ചെയ്യുകയും എനിക്കൊരു എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ജൂലൈ മാസം 28-ാം തീയതി ഞാൻ എമർജൻസി ഓപ്പറേഷന് വിധേയനായെങ്കിലും എനിക്ക് വിധേയനായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂറിൻ പോകാത്ത ഭയങ്കരമായ ഒരു പ്രയാസമായിരുന്നു. ഭയങ്കര അതിഭീകരമായ വേദനയായിരുന്നു. രാത്രികാലങ്ങളിൽ ഭയങ്കര വേദനയിൽ പ്രയാസങ്ങൾ, ഉറങ്ങാത്ത കഴിയുന്ന രാത്രികളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അത്ഭുത വിടുതൽ ലഭിക്കുകയും എനിക്ക് ഡോക്ടർമാർ ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ചെയ്തു. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും സിസ്റ്ററിനും ബ്രദറിനും ഞാൻ നന്ദി പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷത്തെ എൻ്റെ മകൻ വിദേശത്തായിരുന്നു. 20 ദിവസത്തെ ലീവിൽ തിരിച്ചു വന്നു. 20 ദിവസവും കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞിട്ടും അവൻ പോകില്ല എന്ന് പറഞ്ഞ് ഇനി ഞാൻ പോകില്ല, പോകാൻ പറഞ്ഞതാ, ഇനി എന്നെ പോകാൻ പറഞ്ഞാൽ ഞാൻ ചത്തുകളയും, ഇനി എന്ത് വന്നാലും പോകില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് ഭയങ്കര ബഹളമായിരുന്നു വീട്ടിൽ എല്ലാവരുടെ. സഹോദരന്മാരെയും അച്ഛനും അമ്മയൊക്കെ വായിൽ വന്നൊക്കെ വല്ലതൊക്കെ പറയും. അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്ക് ജനുവരി മാസത്തെ ചെക്കൻ ചട്ട ആരാധനയ്ക്ക് ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാറ് സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കിയ സമയത്ത് ദൈവം വെളിപ്പെട്ടത് ഇങ്ങനെ 6 സഹോദരന്മാരെ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൈവം തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതീ പ്രകാരം നമ്മൾ വൈകുന്നേരത്ത് വീട്ടിലിരിക്കുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് പറയാണ് ഞാൻ ഇനി ഉടനെ തന്നെ വിദേശത്തേക്ക് പോവുകയാണ്, ഇനി നിൽക്കില്ല, ഞാൻ പോകുന്നു എന്ന്. അതേപോലെ ഫെബ്രുവരി മാസം 8-ാം തീയതി തന്നെ അവൻ പോവുകയും സന്തോഷത്തോടെ വിളിച്ച് പറയുകയും ചെയ്തു. എത്ര ദൈവം നന്ദി നമ്മൾ പറഞ്ഞാലും മതി വരാത്ത കോടി സ്തോത്രം ചെയ്യണം നമ്മളിടം. അതേപോലെ തന്നെ എൻ്റെ മകൻ്റെ കൊച്ചിന് വേണ്ടിയാണ് ഇനി അടുത്ത സാക്ഷ്യം പറയുന്നത്. 8-ാം തീയതി രാത്രി തന്നെ ഇതിന് 6 മാസം കൊണ്ടുള്ള പനി ഭയങ്കര കൂടുതലായിട്ട് വിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ 8-ാം തീയതി രാത്രി ഭയങ്കര അതിപരമായ പനിയും വെട്ടും പറയലൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രി ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ ഇവിടുത്തെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, അത് നിങ്ങൾ കണ്ണടക്കി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, അല്പസമയത്തിന് പരിപൂർണ്ണ മാറ്റം കിട്ടുമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ അപ്പോഴത്തേക്ക് തന്നെ പനി അങ്ങ് മാറിപ്പോവുകയും ദൈവം നല്ല സുഖം കൊടുക്കുകയും ചെയ്തു. അത്രയും നന്ദി, യേശുവിന് സ്തോത്രം. അതേപോലെ പിന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, മഹേന്ദ്ര വണ്ടി വാങ്ങിച്ചു. CC ഉണ്ടായിരുന്നു, കടം വാങ്ങിച്ച് ബ്ലൈഡ് ചിട്ടിയൊക്കെ എടുത്ത് വണ്ടി വാങ്ങിച്ച്. വണ്ടി ഓട്ടത്തിൽ പൈസയൊന്നുമില്ല, കിളിക്കും ഡ്രൈവറിനും ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വണ്ടി വിൽക്കണമെന്ന് പറയുമ്പോൾ മക്കളൊക്കെ പറയും കൊടുക്കണ്ട, നമുക്ക് കടം തീരും, കിടക്കട്ടെ, എന്നാലും ഞാൻ വിൽക്കണം നിർബന്ധിച്ചു. അങ്ങനെ ഇവിടെ ജാനുവരി മാസത്തെ ആരാധനയ്ക്ക് തന്നെ 2-ാം സെക്കൻഡ് ചേട്ടയ്ക്ക് കൊണ്ടുവന്നു. അതിന്റെ തലേ ദിവസം ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നപ്പോൾ ഇവിടെ പിന്നെ സാറ് പറഞ്ഞു, ഇങ്ങനെ വണ്ടിയുള്ള ഒരു 5 പേരെയെങ്കിലും കയറ്റി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ദൈവം തരുമെന്ന്. അതേപോലെ കഴിഞ്ഞ
പിന്നെ ജാനുവരി 1-ാം തീയതിയുള്ള ആരാധനയ്ക്ക് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് 5-6 ആളുകളെയും കയറ്റി കൊണ്ടുവന്നു. അതിനുശേഷം ഇതുവരെയും ഓട്ടം കുറവില്ല. ഞങ്ങൾക്ക് പൈസ ഉണ്ട്. യേശുവിന് നന്ദി, കോടാകോടി സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ആരാധനയിൽ പങ്കെടുത്തിട്ട് 10 വർഷമായിരിക്കുന്നു. ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകൾക്ക് 7 വർഷം കൊണ്ട് പല വിവാഹാലോചനകളും വന്നു. അതെല്ലാം വരും അതുപോലെ തടസ്സമായി പോകുക പതിവായിരുന്നു. അങ്ങനെ സിസ്റ്ററുടെ ഞായറാഴ്ച ഒരു ആരാധനയിൽ ഇപ്രകാരം വിളിച്ചു പറയുണ്ടായി, മന്ദബുദ്ധിയെന്നും സമൂഹം ഊമയെന്നും മുദ്രകുത്തി ഒതുക്കി വെച്ചിരുന്നു ഒരു സഹോദരിയെ ദൈവം ഇതാ തൊടുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ മകളെ അതിനുശേഷം സംസാരിക്കുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. ഒരു ദിവസം പോലും ഈ സെക്കൻഡ് ആരാധനയിൽ അവൾ മുടങ്ങുകയില്ല പതിവായിരുന്നു. ഞാൻ വന്നില്ലെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞു അവൾ ആ സമയമായപ്പോൾ ഇവിടെ എത്തുന്ന പതിവാണ്. അങ്ങനെ എനിക്ക് ഒരു നവംബർ മാസം ബ്രദറിന്റെ ആരാധനയിൽ ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി, 6 സഹോദരികളുടെ വിവാഹ തടസ്സം മാറുകയും അതോടൊപ്പം 6 പേരുടെ തലയിലെ നരമ്പ് രോഗവും മാറുന്നു പറഞ്ഞു. ജനുവരി 3-ാം തീയതി ഞാൻ മകളെ ചെക്കപ്പിന് കൊണ്ടുപോയി. 22 വർഷം കൊണ്ടുണ്ടായിരുന്ന രോഗം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. ജനുവരി 25-ാം തീയതി ഒരു ദൈവമകനെ തന്നെ മകൾക്ക് കൊണ്ട് ഒരുക്കുകയും മകളുടെ വിവാഹം കഴിയുകയും ചെയ്തു. ഇത്രയും എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച നന്മയോർത്ത് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയായില്ല. സഹോദരങ്ങളെ, എനിക്കൊരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കാനുണ്ട്. ഈ ദൈവത്തിൽ നമ്മുടെ കണ്ണീർ ഒപ്പി നമ്മുടെ കണ്ണീർ തുറക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ വിട്ട് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകല്. കർത്താവിന്റെ സ്തോത്രം സ്തുതിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ എളിയ സാക്ഷിയെ നിർത്തിയ ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ആ ജോലിക്ക് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു വിസ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കുറേ കടവും ഉണ്ട്, അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് വേറെ വിസയ്ക്ക് ശ്രമിച്ചിട്ട് കിട്ടാത്ത അവസ്ഥ. ഒന്ന് പ്രായത്തിൻ്റെ പരിധി പ്രധാന ഘടകമായിരുന്നു. അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് വിഷയം പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചും ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കും, ദൈവം വിസ തരുമെന്ന് പറഞ്ഞ് അതിന് പ്രകാരം തന്നെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ പറയാത്ത ഒരാൾ തന്നെയാണ് ഞങ്ങൾക്ക് വിസ തരുന്നത്. അതിനേക്കാൾ നല്ല വിസ തരികയും അങ്ങനെ പിന്നെ വിസ ആയതിനു ശേഷം 2-3 പ്രാവശ്യം എല്ലാം റെഡിയായി വരും വീണ്ടും തടസ്സമായിരുന്നു. അങ്ങനെ വീണ്ടും വന്ന് വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് ബ്രദറും സിസ്റ്ററും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 10 ദിവസമായി വീണ്ടും സൗദിയിൽ പോകാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചു. ഇത്രത്തോളം നന്മ പ്രവർത്തിച്ച ദൈവത്തെ ഞാൻ സ്തുതിച്ചുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു. ആമേൻ. ദൈവമേ, യേശുവേ, എനിക്ക് എന്റെ രോഗം ക്യാൻസർ ആയിരുന്നു. പഴുപ്പും രക്തമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ആർത്തിൽ പോയിട്ട് ഒരു കുറവുമില്ല. എന്റെ സിസ്റ്ററിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് നല്ലൊരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവേ, എന്റെ അസുഖങ്ങളെല്ലാം വ്യാധിയായി എന്റെ കർത്താവ് എനിക്ക് സുഖമാക്കി തന്ന്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സീന, സ്ഥലം മണ്ണന്തല. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾ നീതുവിന് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് 2 വർഷമായി കഫത്തിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമ്പോൾ അത്രയും അവർ മരുന്ന് കൊടുത്തിട്ട് പറയും, കുട്ടിക്ക് ശ്വാസം മുട്ടിന്റെ ആരംഭമുണ്ട്, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പല ഡോക്ടർമാരെയും കൊണ്ട് കാണിച്ചപ്പോൾ അത്രയും കുട്ടിക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കഫം ഇളകി പോയില്ല എങ്കിൽ കുട്ടിക്ക് അവസാനം സ്പ്രേ അടിക്കേണ്ടി വരും, അത്തരത്തിലുള്ള ശ്വാസം മുട്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ കഫത്തിന് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ 2009 നവംബർ 30-ാം തീയതി എൻ്റെ മകൾക്ക് പെട്ടെന്ന് വയറിളക്കവും ഛർദിയും ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വയറിളകിപ്പോകും, നിങ്ങൾ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കഠിനമായ വയറിളക്കവും ഛർദിലുമായി 4 മണിയായപ്പോൾ എൻ്റെ മകൾ അങ്ങ് കുഴഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ ആണുങ്ങൾ ആരും അപ്പോഴില്ലായിരുന്നു. ഞാൻ അടുത്ത വീട്ടിലൊരു പയ്യനെ വിളിച്ച് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറെ പറഞ്ഞ് പെട്ടെന്ന് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം, എങ്കിലും പുറത്ത് ആരെങ്കിലും നിൽക്കണം, ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് വയറിളക്ക ഛർദിനുള്ള മരുന്ന് അവർ കൊടുത്തിട്ട് കഫം പുറത്തു പോകുന്നതിന് വേണ്ടി 20 ബോട്ടിൽ മരുന്ന് 5 ദിവസം കൊണ്ട് എൻ്റെ മകൾക്ക് ട്രിപ്പായിട്ട് കൊടുത്തു. ആരോഗ്യമില്ലാത്തതിനാലാണ് ട്രിപ്പായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ 5 ദിവസം കഴിഞ്ഞപ്പോഴും അവർക്ക് കഫത്തിന്റെ പ്രശ്നം ഒട്ടും കുറവില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ
ഡിസംബർ 4 ഡിസ്ചാർജ് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി റെസ്പിറേറ്ററിയിൽ കുട്ടിയെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ ഫോൺ നമ്പറും തന്നായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കാൻ. അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ബുധനാഴ്ച OP-യിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നാൽ ഡിസംബർ 8 ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോയതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് 8 ഞങ്ങൾ പോളിയോ ഫാമിലെ ആരാധനയ്ക്ക് പോയി. ആരാധന കഴിഞ്ഞു അവസാനം പ്രാർത്ഥനയിൽ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഡോക്ടർമാർ മാറി മാറി ചികിത്സിച്ചിട്ട് സുഖപ്പെടാത്തൊരു സഹോദരിയെ ദൈവം അത്ഭുതമായി വിടുവിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ മകളും 2 സ്ഥലത്തായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ആരാധന കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ കേട്ട്, മോളെ നിന്നെയാണോ ബ്രദർ പറഞ്ഞതെന്ന്. മമ്മി തന്നെ ബ്രദർ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതമായ ഒരു ഉന്മേഷം എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞത് 2 മാസത്തോളം റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് എടുത്തില്ല എങ്കിൽ പിന്നീട് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. കോളേജിൽ പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ കുളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മകൾ ഇന്ന് വരെയും രാത്രി 9 മണിക്ക് കുളിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവുമില്ല. കോളേജിലും പോകാൻ തുടങ്ങി. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നിവിടെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. ഞാൻ ഇന്ന് ജീവിക്കുന്ന ദൈവം യേശു ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ഞാൻ ഈ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എൻ്റെ അമ്മ പറയും, നീ ഇതിലോട്ട് പോവരുത്, നിനക്ക് നല്ല ഭാവി കിട്ടത്തില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് എല്ലാം നിർത്താൻ പറഞ്ഞു. പക്ഷെ ഞാൻ കർത്താവിന്റെ ദാസിയോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ദാസി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് പോകേണ്ട, ഇത് മതിയെന്ന് തേടി വരും. മാത്രവുമല്ല ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതമാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തന്നെയാണ് ദൈവം എനിക്ക് തന്നത്. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം നിർത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് മനോഹരൻ അയ്യൂപ്പാറ. പിന്നെ ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടിയിട്ടാണ്. കാർ ആക്സിഡന്റ്, റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ കാർ ആക്സിഡന്റിൽ അദ്ദേഹം വളരെ മുറിവുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. അങ്ങനെ തലയ്ക്ക് അടിയേറ്റു, ഒരു സൈഡ് സ്തംഭിച്ചു, ഓർമ്മകളൊന്നുമില്ല. മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യാതൊരു സുഖം അയാൾക്കുണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞതിൻ്റെ അങ്ങേ ചൊവ്വാഴ്ച അവിടെ ആരാധന മധ്യേ ബ്രദർ അതുപോലെ രോഗികളായ ആശുപത്രിയിലോ വീട്ടിലോ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അവരെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സൈഡ് സ്തംഭിച്ച് കിടന്ന അദ്ദേഹത്തിന് സുഖം കിട്ടുകയും ഇപ്പോൾ സംസാരിക്കുകയും മറ്റുള്ള എല്ലാ നടക്കുകയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വളരെയേറെ സുഖം കൊടുത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. கர்த்தருக்கு ஸ்தோத்திரம். நான் சாட்சி சொல்வது என்னுடைய இளைய மகளுக்காக. அவள் 5ஆம் வகுப்பில் படிக்கின்றாள். பிப்ரவரி 12 அன்று அவளுடைய ஸ்கூல் டே நடைபெற்றது. அப்பொழுது அவளுடைய வகுப்பில் படித்த ஒரு மாணவனுடைய 2.5 பவுன் நகையை யாரோ திருடி இருக்கின்றார்கள். அதனை எனது மகள் தான் எடுத்தார் என்று அவர்கள் போலீசில் புகார் கொடுத்தார்கள். அதன் பேரில் 15ஆம் தேதி அன்று போலீசார் வீட்டில் வந்து எனது மகளை அடிக்கவும் வேதனைப்படுத்தவும் செய்தார்கள். பின்னர் ஸ்டேஷனுக்கு போக சொல்லி இருந்தார்கள். நாங்கள் அங்கு சென்றோம். அங்கு நிலைமையை சமாளிக்க முடியாமல் நான் மிகுந்த பாரத்தோடு சிஸ்டர் அவளிடம் போன் பண்ணி இருந்தேன். அப்போது அவர்கள் எனக்காக ஜெபித்தார்கள். எங்களுக்காக ஜெபித்து விட்டு சொன்னார்கள், தேவன் விடுதலை செய்துள்ளார் என்று. அதன்படியே அந்த நிமிடத்திலிருந்து எந்த விதமான கஷ்டமும் இல்லாமல் நாங்கள் திரும்பி சென்றோம். மேலும் என்னுடைய கணவர் கழிந்த வருடம் ஜூலை 22ஆம் தேதி அன்று விபத்தில் காலமானார். அதன் பின்னர் நான் இந்த வருடம் ஜனவரி 1ஆம் தேதி முதல் இங்கு பிரேயருக்கு வந்து கொண்டிருக்கின்றேன். அதன் பின்னர் நான் செய்கின்ற எந்த ஒரு செயலானாலும் அதனை தேவன் நல்ல முறையில் நடத்தி தந்து கொண்டிருக்கின்றார். அதற்காக നന്ദി. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷീജ, എന്നിവിടെ കണ്ണറകളാണ്. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. 2-3 മാസമായി അവൾക്ക് പെട്ടെന്നൊരു ജന്നി വരികയും അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചു. അവിടെ നിന്നൊരു കുറവുണ്ടായില്ല. വേറൊരു ആശുപത്രി വിട്ടു, അവിടെ കൊണ്ടുപോയിട്ട് ഒരു കുറവും ഉണ്ടായില്ല.
എന്നിട്ട് ഫോൺ വിളിച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു യേശു വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ അസുഖം പൂർണ്ണമായും മാറുകയും ഇതുവരെ അസുഖം വന്നിട്ടില്ല. ഇത്ര അത്ഭുതം ചെയ്ത യേശു അപ്പന് കോടാനുകോടി നന്ദി. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം ഒരു മോനെ പ്രസവിച്ചു. ആ കുഞ്ഞ് മരിച്ചുപോയി. ഒരുപാട് നാളുകൾ എനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ഏറ്റവും വലിയ പേരുകാട്ട ഒരു പ്രൊഫസറെ വീട്ടിൽ ഞാൻ സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്നു. അവർ ഒരുപാട് ഗുളികകളും മരുന്നുകളും എനിക്ക് തന്നു. എന്നിട്ട് അതിൽ ഏതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം അവരെന്നോട് പറഞ്ഞു യൂട്രസിൻ്റെ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇയാളുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് ജനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ഭാരത്തോട് സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ ഇപ്രകാരം എന്നോട് പറഞ്ഞു ദൈവം ഒരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. പിറ്റേ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. പിന്നീട് 7 മാസം തൊട്ട് ഞാൻ ഷുഗറായിട്ട് SIT ആശുപത്രിയിൽ അഡ്മിറ്റായി. ഓരോ ദിവസങ്ങൾ കൂടുന്തോറും ഷുഗർ കൂട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്ററിൻ ചെയ്ത് കുഞ്ഞിനെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും വളരെ ഭാരത്തോട് സിസ്റ്ററിന് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു ഓപ്പറേഷൻ നടക്കില്ല, സുഖമായി പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഡിസംബർ 25-ാം തീയതി 3:30 മണിക്ക് സുഖമായിട്ട് പ്രസവിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച് ദൈവത്തിന് കോടാനുകോടി നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവസഭയിൽ എനിക്കൊരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ചെയ്ത വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ നാളുകളായിട്ടും മക്കളില്ലാതെ ഭാരത്തോടെ ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു 2003 ജൂലൈ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിൽ ഞാൻ പുറത്തെ ഹാളിൽ ഇരുന്ന് മക്കളില്ലാതെ ഭാരത്തോടെ ഇരിക്കുകയായിരുന്നു. ആ സമയം ബ്രദർ ആരാധന മധ്യം ഇങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി, പുറത്തെ ഹാളിൽ മക്കളില്ലാതെ ഭാരത്തോടെ ഇരിക്കുന്ന 2 സഹോദരിമാരെ ദൈവം ഇപ്പോൾ തന്നെ അനുഗ്രഹമായ തലമുറയെ നൽകി വിടുവിക്കാൻ പോകുന്നു. ആ നിമിഷം തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 2 മക്കളെ ദാനമായി നൽകി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. സർപ്പശാപമാണെന്ന് എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ അമ്പലങ്ങളിൽ പോയി പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി. ഇന്ന് ലോകത്ത് ലഭ്യമായ എല്ലാ ചികിത്സകളും ഞങ്ങൾ നടത്തി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകം മുഴുവൻ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിരിക്കുന്നു. മാത്രമല്ല അവിടെ മുഴകൾ സ്ഥാനം തെറ്റി വളരുകയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കിട്ടുക സാധ്യമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കിട്ടുകയില്ല എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ 2006 ഞങ്ങൾ ചികിത്സകൾ അവസാനിപ്പിച്ചു. ഈ വിഷമത്തിൽ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിയമപ്രകാരം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ദത്തെടുക്കൽ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തു. അവിടെ നിന്നപ്പോൾ അവിടുത്തെ മാഡം എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇവിടുന്ന് 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ദത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു അസുഖം മാത്രമാണ് മിക്കവർക്കുള്ളത്. ഈ അസുഖം ബാധിച്ച് ആർക്കും കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടില്ല. ധൈര്യമായിട്ട് ദത്തെടുത്തോളാൻ പറഞ്ഞു. അവിടെ രജിസ്റ്റർ ചെയ്തതിന് പ്രകാരം ഒരു കുഞ്ഞിനെ 2007 വിളിച്ച് കാണിച്ചു. ഞങ്ങൾക്ക് പക്ഷേ കുഞ്ഞിനെ എടുക്കാൻ അവസരം കിട്ടിയില്ല, ഞങ്ങൾ എടുത്തില്ല. 2009 ജനുവരി 1-ാം തീയതി ഞങ്ങൾ പ്രെയർ ഗാർഡൻസിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്നു. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സിസ്റ്റർ പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗത്തിന്റെ മധ്യേ സിസ്റ്റർ വളരെ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റു. ആ സമയം എനിക്ക് നല്ലൊരു ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ദൈവം തോന്നിപ്പിച്ചു. അങ്ങനെ സിസ്റ്റർ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു അടുത്ത പുതുവർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആൺ തലമുറകളെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ സ്കാനിങ്ങിന് വിധേയമായി. ഒരിക്കലും ഗർഭിണിയാവുകയില്ല എന്ന് പറഞ്ഞ ഞാൻ 3 മാസത്തോളം ഗർഭിണിയുമാണ്. കൂടെ വശം കെട്ട രീതിയിൽ ഒരു മുഴയും വളരുന്നു. വീണ്ടും ഡോക്ടർമാർ വിധി എഴുതി ഈ കുഞ്ഞിനെ കിട്ടുകയില്ല, മാസം തികയാതെ പ്രസവിക്കുകയോ അബോർഷനായി പോവുകയോ സാധ്യതയുണ്ട്. ഈ മുഴ ഓരോ മാസം ചെല്ലുന്തോറും വലുതാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഓരോ മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോഴും മുഴ ചുരുങ്ങി വരികയും യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ സിസ്റ്റർ പറഞ്ഞതുപോലെ തിന് 1 മാസത്തിന് മുമ്പ്, അതായത് നവംബർ 29-ാം തീയതി ദൈവം ഞങ്ങൾക്ക് ആൺകുഞ്ഞിനെ തന്നെ ദാനമായി നൽകി അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. അപ്പോസ്തലപ്രവൃത്തികൾ 4:14 സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിന്ന്. ആമേൻ. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ യേശു കർത്താവിന്റെ കരത്തിൽ നിന്ന് ആ മുടങ്കന് ആർ സൗഖ്യം വാങ്ങിക്കൊടുത്തുവോ അവരോട് കൂടെ നിന്ന്.
ആമേൻ. കാല് മാറി ചവിട്ടിയില്ല. ചെറുപ്പം മുതൽ സുന്ദരവാതിൽക്കൽ ഭിക്ഷ യാചിക്കുവാൻ ഇരുന്നവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ വല്ലതും കിട്ടുമെന്ന് അവൻ നിലവിളിച്ചു. ഞങ്ങൾക്കുള്ളത് വെള്ളിയും പൊന്നുമല്ല, ഞങ്ങൾക്കുള്ളത് ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവൻ ഫയറുപോലെ തുള്ളി ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷീകരിക്കാൻ തുടങ്ങി. സഭയിൽ പ്രതികൂലമാഞ്ഞടിച്ച് ഇവൻ കാല് മാറി ചവിട്ടിയില്ല. എനിക്ക് വേണ്ടി നിലവിളിച്ച് വിടുതൽ കരസ്ഥമാക്കി തന്ന അപ്പോസ്തലന്മാരോട് കൂടെ. ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൂടെ നിന്ന്, അതിന്റെ പേരാണ് വിശ്വസ്തത. നന്ദി, 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 നന്ദി. Let us all thank him. Let us all thank him. ദൈവത്തിന് നന്ദി പറയുക, കർത്താവിന് നന്ദി പറയുക, യേശുവിന് നന്ദി പറയുക. ഹല്ലേലൂയ. വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവിന് മഹത്വം, മഹത്വം. രാജാവിന് മഹത്വം, രാജാവിന് മഹത്വം, മഹത്വം. വാ തുറന്നു, വാ തുറന്നു. കരങ്ങൾ ഉയർത്തി, കരം തട്ടി. മഹത്വം. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. രാജാവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, 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 കൃപ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. താങ്ക് യു, താങ്ക് യു. നന്ദി പറയുക, നന്ദി പറയുക, നന്ദി പറയുക. ദൈവത്തിന് സ്തോത്രം പറയുക. വാ തുറന്ന്, വാ തുറന്ന്. ഊമയെ പോലെ നിൽക്കരുത്. നിന്റെ ശക്തി പൂർണ്ണമായി ഉപയോഗിച്ച് കരമുയർത്തി, കരം തട്ടി രാജാവിനെ മഹത്വപ്പെടുത്തിയാട്ട്. എല്ലാവരും, എല്ലാവരും. കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. ദൈവ കൃപ വ്യാപരിക്കുന്നു, ദൈവ കൃപ വ്യാപരിക്കുന്നു. സ്വർഗത്തിലെ തിരുകൃപ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി. ആരാധിപ്പി, ആരാധിപ്പി. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പി. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്. സ്വർഗം താണിറങ്ങി വരും, സ്വർഗം താണിറങ്ങി വരും, സ്വർഗം താണിറങ്ങി വരും, സ്വർഗം താണിറങ്ങി വരും, സ്വർഗം താണിറങ്ങി വരും. സ്വർഗത്തിലെ തിരുകൃപ താണിറങ്ങി വരുന്നു. ആമേൻ. ആരാധിച്ചാട്ട്. അഗ്നികൾ നിറഞ്ഞു, അഗ്നികൾ നിറഞ്ഞു, അഗ്നികൾ നിറഞ്ഞു, അഭിഷേക തീയിൽ നിറഞ്ഞു. വാ തുറക്ക. കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, ദൈവ കൃപ വ്യാപരിക്കുന്നു. എല്ലാരിലും, 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 എല്ലാരിലും. ആമേൻ. അഗ്നി, 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 അഗ്നി. ജഡം ചാകട്ടെ,
ജഡം ചാകട്ടെ, ജഡം ചാകട്ടെ. The king has come. രാജ വന്നിട്ടുണ്ട്, രാജ വന്നിട്ടുണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ ആർത്തി നിലവിളിക്കാൻ. ദൈവജനമേ, നിനക്ക് വിരോധമായി ഉയർത്തപ്പെട്ട് ജനിക്കും മതിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർന്നു വീഴട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർന്നു വീഴട്ടെ. വാ തുറന്നോട്ടെ. ടീ 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 അഭിഷേക ടീ, അഭിഷേക ടീ. എല്ലാരിലും 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 കൃപ. റഗാലഗന്ധനദബ ലഞ്ജന ശകാലഗന്ധനദബ റബാലജഞ്ചന ശകാലഗന്ധനദബ. ആമേൻ, ആമേൻ. തീ മതിൽ, തീ മതിൽ. wall of fire around you, wall of fire around you, wall of fire around you. നിങ്ങളെ ചുറ്റും തീ മതിൽ വ്യാപരിക്കുന്നു. കരമുയർത്തുക, കരമടിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. രാജാവിന് സ്തോത്രം, യേശു രാജാവിന് സ്തോത്രം, യേശു രാജാവിന് സ്തോത്രം. മടി മാറിപ്പോകട്ടെ, ലജ്ജ മാറിപ്പോകട്ടെ, അലസത മാറിപ്പോകട്ടെ, ടെൻഷൻ മാറിപ്പോകട്ടെ, പിരിമുറുക്കം മാറിപ്പോകട്ടെ, നെരുക്കം മാറിപ്പോകട്ടെ, കയ്പ് മാറിപ്പോകട്ടെ. രാജാവിന് സ്തോത്രം, രാജാവിന് സ്തോത്രം, രാജാവിന് സ്തോത്രം. ടീ 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 ടീ. കാകല ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ കഷ്ടങ്ങൾ ഏറ്റേൻ പ്രിയനെ കാണാറാ. കാകല ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ കഷ്ടങ്ങൾ ഏറ്റേൻ പ്രിയനെ കാണാറാ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം. ശുദ്ധീകരണം, ശുദ്ധീകരണം യേശുവിന്റെ വചനത്താൽ, അഭിഷേക തീയാൽ ഇവിടെ ഉള്ളു തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ വചനം ശ്രദ്ധിച്ച് കേൾക്കാൻ ഈ സൗണ്ട് ജനത്തിന്റെ ഹൃദയത്തെ അടച്ചുവെച്ച് എല്ലാ സൈത്താന്റെ കരമും യേശു നാമത്തിൽ ഇപ്പോൾ തകർക്കുന്നു. ഹൃദയം തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവമേ, അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്ന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എബ്രായർ 11 അധ്യായം 6 വചനം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആമേൻ. தேவன் தம்மை தேடுகிறவர்களுக்கு பலன் கொடுக்கிறார் என்று விசுவசிக்க வேண்டும்.
സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. Believe that God is the rewarder of those who diligently seek God. ദൈവത്തെ തീഷ്ണതയോട് അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കണം. ആമേൻ, ആമേൻ. God is a real rewarder of God's seekers. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നവൻ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഭയപ്പെടുന്നവർക്ക് ദൈവം ഒരു നാൾ പ്രതിഫലം നൽകുന്നവൻ തന്നെ. ദൈവസന്നിധിയിൽ ഹൃദയം വെടിപ്പാക്കിയ ദൈവജനത്തിന് സ്വർഗത്തിലെ ദൈവം ഒരു നാൾ പ്രതിഫലം നൽകുന്ന ദൈവം തന്നെ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സങ്കീർത്തനക്കാരൻ എഴുതുന്ന സങ്കീർത്തനം 18-20 നീതിക്ക് തക്കവണ്ണം പ്രതിഫലം. ആമേൻ. നാം പ്രവർത്തിച്ച നീതിക്ക് തക്കവണ്ണം പ്രതിഫലം. വചനം തുടർന്ന് ദൈവാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: കൈകളുടെ വെടിപ്പിന് തക്കവണ്ണം പകരം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ദൈവമക്കൾ സന്തോഷത്തോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നിന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം, കൈ വെടിപ്പിന് തക്കവണ്ണം പകരം തന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് എന്റെ ദൈവം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സദൃശവാക്യം 8-17 പ്രകാരം ദൈവ പൈതല്, നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിന്നെ സ്നേഹിക്കും. ദൈവ പൈതല്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജെറേമിയ 29-13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോട് ഒട്ടും സാത്താനോ ലോകത്തിൽ ജഡത്തിന് വിട്ടുവയ്ക്കാതെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിന്റെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ നീ അന്വേഷിച്ചാൽ നീ ആ ദൈവത്തെ കണ്ടെത്തും നിശ്ചയം. നിന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം ഉണ്ടാകും. നിന്റെ കൈവടിപ്പിന് തക്കവണ്ണം പകരം ഉണ്ടാകും. നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിന്നെ സ്നേഹിക്കും. നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യാക്കോബ് എഴുതിയ ലേഖനം 4-7 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ അടുത്ത് നീ വന്നാൽ ദൈവം നിന്റെ അടുത്ത് വരും. ഐ റിപ്പീറ്റ്, നീ പ്രവർത്തിച്ച നീതിക്ക് തക്കവണ്ണം നിനക്ക് പ്രതിഫലം. നീ കീഴടങ്ങിയ അവസ്ഥയ്ക്ക് ഒത്തെറിയിടുകയില്ല. നിന്റെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിറയ്ക്കുന്നവനാണ് എന്റെ ദൈവം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 2 ശമൂവേൽ 22-26-27 ദൈവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദയാലുവോട് ദൈവം ദയാലു കാണിക്കുന്നു, നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കൻ, നിർമ്മലനോട് ദൈവം നിർമ്മലൻ, വക്രനോട് സങ്കീർത്തനക്കാരൻ എഴുതുന്നു, നീ വക്രൻ തന്നെ. ഞാൻ വീണ്ടും സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ കൈകളുടെ വെടിപ്പിന് തക്കവണ്ണം പകരം നൽകുവാൻ ദൈവം ഇന്ന് നിന്റെ മുമ്പിൽ ഉണ്ട്. ആമേൻ. അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ, തുടർന്ന് സ്തുതിച്ചാട്ടെ, തുടർന്ന് സ്തുതിച്ചാട്ടെ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഐസയ
59, 18 പ്രകാരം റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വചനത്തിൻ പ്രകാരം 2 സാമുവേൽ 22-ാം അധ്യായം 25-ാം വചനത്തിൻ പ്രകാരം ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 15-ൻ പ്രകാരം റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ൻ പ്രകാരം യോബിൻ പുസ്തകം 4-ാം അധ്യായം 8-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ കൈകളുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. ആമേൻ. സ്തോത്രം, സ്തോത്രം. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നെ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നെ. ോടോ ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. ോടോ ഈ വൻകൃപയെ ഓർക്കുമ്പോൾ ഉള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. എത്ര നല്ലവൻ, എന്നെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ. ആമേൻ, ആമേൻ, ആമേൻ. നല്ലവൻ, എന്നെന്നും കൂടെയുള്ളവൻ. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവ് തന്റെ ദാസന് മലപ്പുറം ജില്ലയിൽ 2 മെഗാ ക്രൂസേഡുകളിൽ പ്രസംഗിക്കുവാൻ കൊണ്ടുപോയി. എന്റെ ക്രമപ്രകാരം വൈകുന്നേര യോഗങ്ങൾ ഗ്രൗണ്ടിൽ പ്രസംഗിച്ചതിന് ശേഷം സബത്ത് ആരാധനയിൽ ലോക്കൽ സഭകളിൽ കർത്താവിന്റെ വചനം പ്രസ്താവിക്കാൻ കർത്താവ് എന്നെ കൊണ്ടുപോയി. ആ സഭയിലെത്തിയ ഉടൻ തന്നെ സഭയുടെ പുരോഹിതൻ ഒരു കാര്യം സന്തോഷമായി അറിയിച്ചു. ബ്രദർ, ഞങ്ങളുടെ വർഷിപ്പ് 2 മണിക്കൂർ നേരം, അതിൽ അരമണിക്കൂർ ഞങ്ങളുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, സമ്പ്രദായ പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ട്. അതൊക്കെയും ഫിനിഷ് ആക്കിക്കൊണ്ട് ക്ലിയറായി 1.5 മണിക്കൂർ നേരം നിങ്ങളുടെ കരത്തിൽ മൈക്കേൽപ്പിക്കാം. കർത്താവിന്റെ ആത്മാവ് നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സഭയെ വചനം കൊണ്ട് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്നോട് അരുളി ചെയ്ത വചനം വിശ്വസ്തയോട് ഞാൻ പ്രസംഗിച്ചു. കർത്താവ് തൊട്ട് എല്ലാവരെയും തൊട്ട്. I saw Jesus Christ walking in the plain hall of the big church. ആ സഭയിൽ യേശു കർത്താവ് ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു. I saw him. തമിഴ്നാട് ചേലത്തിൽ നിന്ന്, രാശിപുരം എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് ജീവിക്കാൻ നിവൃത്തിയിടാൻ നാട് വിട്ട് പുറപ്പെട്ട് തിരൂരിൽ എത്തിച്ചേർന്ന സഹോദരിയാണ് കർത്താവ് ആദ്യം അഭിഷേകിച്ചത്. ആ സഭയിൽ ഉള്ളവർ മാത്രമല്ല, പാസ്റ്റർ വിശദീകരിക്കുന്നു. ഇവിടെ പെന്തക്കോസ്റ്റിൽപ്പെട്ടവർ അനേകർ വന്നിരുന്നു, ബാപ്റ്റിസ്റ്റിൽപ്പെട്ടവർ അനേകർ വന്നിരുന്നു, റോമൻ കത്തോലിക്ക്, സൽവേഷൻ ആർമിയിൽപ്പെട്ടവർ, ഓർത്തഡോക്സിൽപ്പെട്ടവർ, ഒരിക്കലും മറ്റു പള്ളി അങ്കണത്തിൽ പോലും ചവിട്ടാത്ത അനേകർ ഇവിടെ വന്നിരുന്നു. ഞങ്ങളുടെ ജനം ഞായറാഴ്ച പള്ളിക്ക് വരുന്നത് ഒരു ഗ്രൂപ്പ് ഉറങ്ങാൻ വേണ്ടിയാണ്. വന്നിരുന്ന് ആശീർവാദം വരയ്ക്കും, കൊറട്ടയിട്ട് ഉറങ്ങും. വേറെ ഒരു ഗ്രൂപ്പ് ഉറങ്ങത്തേയില്ല. ദേ ആർ വെരി വിജിലന്റ്. എന്താണ്?
പാസ്റ്റർ പറയുന്ന വചനത്തിൽ എവിടെ തെറ്റുണ്ട് അത് കണ്ടുപിടിക്കാൻ. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് കടന്നു വരും. ആരൊക്കെ പുതിയ സാരി ഉടുത്തിട്ടുണ്ട്, ആരൊക്കെ പുതിയ പാന്റ് ഇട്ടിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി. നാലാമത്തെ ഒരു ഗ്രൂപ്പ് ആരൊക്കെയാണ് പുതിയ വിശ്വാസികൾ എന്ന് ഇങ്ങനെ പല തിനിസിൽ സാധനങ്ങൾ ഇതിന്റെ അകത്ത് കടന്നു വരും. പക്ഷെ ഇന്ന് കടന്നു വന്ന എല്ലാവരും കർത്താവിനെ കാണണം, അഭിഷേക തീയിൽ നിറയ്ക്കണം. My brother, you really blessed our church. You really blessed our church. നാം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ തരത്തിൽപ്പെട്ടവരല്ല. നാം ദൈവസന്നിധിയിൽ അവൻ അന്വേഷിക്കുവാൻ നാം വന്നിരിക്കുന്നത്. നമുക്ക് പ്രതിഫലമുണ്ട്, നമുക്ക് പ്രതിഫലമുണ്ട്. God shall surely reward you one day. God shall reward your generation one day. God shall reward your church one day. കർത്താവിന്റെ സന്നിധിയിൽ മകനെ മകളെ നിനക്ക് പ്രതിഫലം ഉണ്ട് നിശ്ചയം. സ്വർഗത്തിലെ തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാരും 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 വാ തുറന്ന് ആത്മാവിൽ നിറഞ്ഞ് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ 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 ഹല്ലേലൂയ. രോഗ ശയ്യയിലെനിക്കു സഹായകൻ രാക്കാല കീടവുമാവേ. രോഗ ശയ്യയിലെനിക്കു സഹായകൻ രാക്കാല കീടവുമാവേ. നല്ല വൈദ്യനോ ദിവ്യ ഔഷധവും ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനോ ഉച്ചത്തിൽ 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 കരമുയർത്തി കരം തട്ടി ഇനിയും ഉച്ചത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് കീഴടങ്ങി പാടി സ്തുതിച്ചാട്ടെ. പുതു അഭിഷേകം പുതു അഭിഷേകം പുതു അഭിഷേകം പുതു അഭിഷേകം പുതു അഭിഷേകം പുതു അഭിഷേകം പുതു അഭിഷേകം. കെട്ടിയിരിക്കുന്ന വിഗ്രഹ കെട്ടുകൾ ഇപ്പോൾ പൊട്ടിപ്പോകുന്നു. കെട്ടിയിരിക്കുന്ന കാമക്കെട്ടുകൾ ഇപ്പോൾ കെട്ടിപ്പോകുന്നു. കെട്ടിയിരിക്കുന്ന വിഗ്രഹ മാന്ത്രിക കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ഇടപാടുകളിൽ ബന്ധിച്ചിരിക്കുന്ന സൈത്താന്റെ കയറുകൾ യേശുവിൻ നാമത്തിൽ ഞാൻ അറുക്കുന്നു. നിങ്ങളിൽ ദിവ്യ ശക്തി വ്യാപരിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. സ്തുതിച്ചാട്ടെ സ്തുതിച്ചാട്ടെ. ദൈവജനത്തിന്റെ സ്തുതിക്ക് വിശ്രമമേ ഇല്ല. ആമേൻ 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 ആമേൻ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ട തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തല്ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം ശുദ്ധീകരണം ശുദ്ധീകരണം ദൈവജനം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ശുദ്ധീകരണം ശുദ്ധീകരണം ശുദ്ധീകരണം. പാപ കയറുകൾ പൊട്ടുന്നു. സിസ്റ്റർ ലൂസി പാപ ചിന്തകൾ കടന്നു വന്ന് പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ലൂസി. മിസ്റ്റർ യോഹന്നാൻ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന യോഹന്നാൻ. യേശു കർത്താവിന്റെ അത്ഭുത കരം നിങ്ങളെ തൊടുന്ന് തൊടുന്ന് ഉള്ളു തുറക്കുന്നു. ഹൃദയങ്ങളെ കർത്താവ് തുറക്കുന്നു. പാപത്തെക്കുറിച്ചുള്ള ചിന്ത, പാപത്തെക്കുറിച്ചുള്ള പദ്ധതി, ദൈവജനത്തെ അടിമപ്പെടുത്തുന്ന പാപചങ്ങലകൾ ഇപ്പോൾ 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 കെട്ടുകൾ പൊട്ടുന്നു. സ്തുതിച്ചാട്ടെ സ്തുതിച്ചാട്ടെ സ്തുതിച്ചാട്ടെ. നിന്നെ ആക്രമിച്ച് അടിമപ്പെടുത്തിയിരിക്കുന്ന പാപചങ്ങലകൾ
പൊട്ടുന്നു പൊട്ടുന്നു. ടീ 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 ടീ. ക്രിയകൾക്ക് തക്ക പകരം, നീതിക്ക് തക്ക പ്രതിഫലം, നിന്റെ കൈകളുടെ വെടിപ്പിന് തക്ക പകരം നൽകുന്നവനാണ് എന്റെ ദൈവം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്, നിശ്ചയം. എന്തൊക്കെയാണ് പ്രതിഫലം? We shall still go deeper into the bed of Almighty God. അല്പം ആഴത്തിൽ പോയി നാം ചിന്തിച്ച് ദൈവകൃപയിൽ നമുക്ക് നിറയാം. കുറച്ചു നേരം മറ്റേ എല്ലാ ചിന്തയും വിട്ട് ദൈവസന്നിധിയിൽ തന്നെ കീഴടങ്ങിയിരിക്കുക. ആമേൻ. നമ്പർ 1, സദൃശവാക്യം 13:21. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. നീതിമാന്മാർക്കോ അഥവാ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ നന്മ പ്രതിഫലമായി വരും. തുറന്ന് പറയാം. 2 കരവും ഉയർത്തി നമുക്കത് പറയാം. ദൈവത്തെ എല്ലാരും തുറന്ന് പറഞ്ഞാട്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നന്മ പ്രതികൂലമായി വരും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നന്മ പ്രതിഫലമായി വരും. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. നന്മ നന്മ കർത്താവിനെ അന്വേഷിക്കുന്ന ദൈവബൈതൽക്ക് സ്വർഗത്തിലെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം നന്മ. നന്മ. കാരണം എന്റെ ദൈവം നല്ലവൻ, എന്റെ കർത്താവ് നല്ലവൻ. There is none good but one, that is my God. നല്ലവൻ ഒരേ ഒരുത്തൻ, അത് എന്റെ ദൈവം മാത്രം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനത്തിൻ പ്രകാരം, ജെരേമിയ 32:17 പ്രകാരം, ജെരേമിയ 32:27 വചനത്തിൻ പ്രകാരം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവം സർവശക്തൻ. സങ്കീർത്തനം 139:7 പ്രകാരം ദൈവം സർവവ്യാപി. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവം സർവജ്ഞാനി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വചനത്തിൻ പ്രകാരം ദൈവം സർവത്തെയും സൃഷ്ടിച്ചവൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-26 വചനങ്ങൾ പ്രകാരം ദൈവം സദാ ജീവിച്ചിരിക്കുന്നവൻ. ഒരു കാര്യം കൂടെ എന്റെ ദൈവത്തെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ നല്ലവൻ, അവൻ നല്ലവൻ, എന്റെ ദൈവം നല്ലവൻ. സങ്കീർത്തനം 86:5 വചനം ശ്രദ്ധിപ്പീൻ. പിതാവേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, പിതാവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനുമാകുന്നു. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് തന്നെ അന്വേഷിക്കുന്ന പുരുഷന്, സ്ത്രീക്ക്, ദൈവമക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് നൽകുന്നു. That is the greatest goodness. അതാണ് മറ്റ് ഏതൊരു ദൈവത്തിനും ചെയ്യുവാൻ കഴിയാത്ത ഏറ്റവും വലിയ നന്മ. തന്റെ അടുക്കൽ വന്ന് ദൈവ പൈതലിന്, തന്റെ അടുക്കൽ വന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലിന് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്നേക്കുമായി അവന്റെ പാപത്തെ ക്ഷമിക്കുന്നതാണ്. ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ തെറ്റിന് അവൻ ക്ഷമിക്കും. പക്ഷേ തക്ക സമയം വരുമ്പോൾ അതിനെ ഓർത്ത് വീണ്ടും ആക്രമിക്കുന്നവനാണ് മനുഷ്യൻ. നീ ദൈവ സന്നിധിയിൽ കടന്നു വന്ന് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ എന്റെ ദൈവം പാപക്ഷമ നൽകും. അത് പിന്നെ ഒരിക്കലും ഓർക്കുകയേയില്ല. My God shall forgive and forget. ക്ഷമിക്കുന്നവനും
മറക്കുന്നവനും എന്റെ ദൈവം. സ്തോത്രം. അതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കരുതിയിരിക്കുന്ന ഏറ്റവും വലിയ നന്മ. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. വേദപുസ്തകത്തിൽ നാം രണ്ട് മർമ്മങ്ങൾ ധ്യാനിക്കണം. ഒരു ഭാഗത്തിൽ മനുഷ്യൻ, മറുഭാഗത്തിൽ ദൈവം. മനുഷ്യന്റെ സ്വഭാവം എന്താണ്? വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 46-ാം വചനത്തിൻ പ്രകാരം, സമാപ്രസംഗി 7-ാം അധ്യായം 20 പ്രകാരം, സമാപ്രസംഗി 7-ാം അധ്യായം 29 പ്രകാരം, യോബുവിൻ പുസ്തകം 9-ാം അധ്യായം 20 പ്രകാരം, യോബുവിൻ പുസ്തകം 9-ാം അധ്യായം 29-ാം വചനത്തിൻ പ്രകാരം വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 53 1-ാം വചനത്തിൻ പ്രകാരം, സങ്കീർത്തനം 53 3-ാം വചനത്തിൻ പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10, 12, 23 വചനങ്ങൾ പ്രകാരം, ഐസയാ 65:4 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. There is sin in a man. There is sin in a man. മനുഷ്യനായി ജനിച്ച എല്ലാവരും പാപത്തിന് അടിമപ്പെട്ട് പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. ഇത് ഒരു ഭാഗത്തിൽ. മറുഭാഗത്തിൽ നിന്നെ നീയും ഞാനും ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ, അവൻ ഭയങ്കരൻ. അവൻ ഭയങ്കരൻ. കർത്താവിന്റെ സന്നിധിയിലുള്ള ഏറ്റവും വലിയ സ്വഭാവം വചനം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 9 പ്രകാരം, എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 15 പ്രകാരം, എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 26-ാം വചനത്തിൻ പ്രകാരം, 1 പത്രോസ് 1-ാം അധ്യായം 19-ാം വചനത്തിൻ പ്രകാരം, 1 പത്രോസ് 2-ാം അധ്യായം 22-ാം വചനത്തിൻ പ്രകാരം, യോബുവിൻ പുസ്തകം 15-ാം അധ്യായം 5-ാം വചനത്തിൻ പ്രകാരം, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 46-ൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈവം പാപരഹിതൻ. പാപം ഒട്ടും അവനിൽ ഇല്ല. പാപരഹിതനായ ദൈവം പാപത്തിന് അടിമപ്പെട്ട മനുഷ്യനെ നോക്കി ദയ കൊണ്ട് നിറഞ്ഞ്, മനസ്സലിവ് കൊണ്ട് നിറഞ്ഞ്, ഞാൻ ഇവനെ ശുദ്ധീകരിക്കണം, ഞാൻ ഇവന്റെ ജീവിതത്തിൽ ഒരു വലിയ നന്മ ചെയ്യണം. തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 33 5-ാം വചനം. സങ്കീർത്തനം 33 5-ാം വചനം. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനായുള്ള ദയ? റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ, റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യര്, പാപം ചെയ്ത മനുഷ്യര് രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ദയ കൊണ്ട് ഭൂതലം ഒക്കെയും നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്, നിശ്ചയം. ആ പ്രതിഫലത്തിൽ 1-ാം ഡിഗ്രിയിൽ നിൽക്കുന്നത് ദൈവം ചെയ്യുന്ന നന്മ എന്നുള്ള പാപമോചനം. സ്തോത്രം. നിങ്ങളിൽ അനേകർ പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ ബ്രദർ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണേ. അന്ന് ബ്രദർ വീട്ടിന്റെ മുറ്റത്തിൽ തുടങ്ങി അന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണേ. വന്നത് കൊണ്ട് ഒന്നുമായിട്ടില്ല. നീ ദൈവത്തിന്റെ അടുത്ത് വരണം. ആമേൻ. ഹല്ലേലൂയ. നീ കർത്താവിന്റെ അടുത്ത് വരണം. നീ വചനം കേട്ടത് കൊണ്ട് ഒന്നുമായില്ല. വചനം നീ ശ്രദ്ധിച്ച് കേൾക്കണം. വചനം നീ ഒരുമനപ്പെട്ട് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ദൈവത്തിന് കീഴടങ്ങണം.
ചെയ്തു പോയ തെറ്റു കുറ്റം ദൈവസന്നിൽ ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞ പാപ പ്രവൃത്തികൾ എന്നേക്കുമായി ഉപേക്ഷിക്കണം. എങ്കിൽ പ്രതിഫലം ലഭിക്കും. സ്തോത്രം, സ്തോത്രം, ആമേൻ. പാപക്ഷമ തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലം അത് നന്മയാകുന്നു. രണ്ടാമത് സങ്കീർത്തനം 31:19 വചനം ശ്രദ്ധിച്ചാട്ടെ. സങ്കീർത്തനം 31:19. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക, നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാവുന്നു. ദൈവം തന്റെ ദാസന്മാർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് ചൊരുക്കൂട്ടിയിരിക്കുന്ന അടുത്ത നന്മ സങ്കീർത്തനക്കാരൻ 31:19 എഴുതുന്നു. എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, ആത്മീയ ഭൗതിക നന്മകൾ, കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ. ആദ്യം നാം ശ്രദ്ധിച്ചത് പാപക്ഷമ എന്നുള്ള നന്മ. രണ്ടാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആൻഡ് മെറ്റീരിയൽ ബ്ലെസ്സിംഗ്. ആത്മീയ ഭൗതിക നന്മകൾ. കുറച്ചുകൂടെ ആഴമായി ചെന്ന് നമുക്ക് വചനം ധ്യാനിക്കാം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വചനത്തിൽ ഈ പൂർണ്ണ ലോകമും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. The Bible says the whole universe under wicked power. ദുഷ്ടന്റെ അധികാരത്തിലാണ് ഈ പൂർണ്ണ ലോകമായിരിക്കുന്നത്. നീതി മാർഗം തിരഞ്ഞെടുത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ദുഷ്ടൻ നിന്നെ നെരുക്കും, ദുഷ്ടൻ നിന്നെ പീഡിപ്പിക്കും. നീതി നിമിത്തം നീ കഷ്ടത അപവാദം ഏൽക്കേണ്ടി വരും. ആ അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്ന തന്റെ പൈതലിന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ സമാധാനം കൊണ്ട് അവന്റെ ഹൃദയത്തെ നിറച്ച് ആത്മീക നന്മകളാൽ നിറയ്ക്കുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 4-ാം അധ്യായം 17-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോൽ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇരിക്കുന്നത് പോൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതൽ, കർത്താവിന്റെ ദിവ്യ സമാധാനത്തിൽ ഹൃദയം നിറഞ്ഞു ജീവിക്കുന്ന ദൈവ പൈതൽ, എത്ര പ്രതികൂലം വരട്ടെ, എത്ര ദുഃഖം സംഭവിക്കട്ടെ, എത്ര വെല്ലുവിളികൾ ഉയരട്ടെ, എത്ര പീഡനവും നെരുക്കമും അപമാനവും നിന്ദയും ഉണ്ടാകട്ടെ, സ്വർഗത്തിലെ യേശു കർത്താവ് എത്ര ദൃഢധൈര്യത്തോടും വിശുദ്ധിയിലുമായിരിക്കുന്നവോ അതേ ദൃഢധൈര്യത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവനും ഈ ലോകത്തിൽ ഇരുപ്പാനുള്ള ദൃഢധൈര്യം, ആത്മീക അനുഗ്രഹം തന്നെ അനുഗ്രഹിക്കുന്നവനാണ് എന്റെ ദൈവം. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാണ് ആത്മീയ അനുഗ്രഹം. സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹം. ഈ ലോകം ജഡം പിശാചിൽ നിന്ന് നെരുക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഒട്ടും കുറഞ്ഞു പോകാതെ കർത്താവ് തന്നെ ദിവ്യ സമാധാനത്തിൽ നിറഞ്ഞ് സ്വർഗത്തിലെ യേശു കർത്താവ് എങ്ങനെയായിരിക്കുന്നുവോ അതേ ശക്തിയിൽ, അതേ പ്രകാശത്തിൽ ഈ ലോകത്തിൽ ഇരിക്കാനുള്ള കൃപ നൽകുന്നതാണ് ദൈവം നൽകുന്ന പ്രതിഫലം. സ്തോത്രം. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനത്തിൽ വചനം നമ്മ പഠിപ്പിക്കുന്നു. കർത്താവ് തന്റെ ദാസന്മാർ അരുളി ചെയ്യുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. മൈ പീസ്
That is the spiritual blessing. That is the spiritual blessing. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ സമാധാനം ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിറയുന്നതാണ് ദൈവം നൽകുന്ന അടുത്ത പ്രതിഫലം അഥവാ നന്മ. കർത്താവ് അരുളി ചെയ്യുന്ന എന്റെ സമാധാനം സിനിമ തരുന്ന സമാധാനമല്ല, വേശിത്തനം തരുന്ന സമാധാനമല്ല, കള്ള് തരുന്ന സമാധാനമല്ല, ജഡീഹം തരുന്ന സമാധാനമല്ല. രക്ഷിതാവ് അരുളി ചെയ്യുന്ന മകനെ മകളെ, എന്റെ സമാധാനം ദുഃഖത്തോടെ എത്തിയിരിക്കുന്നുവോ, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരാം.